ഇതിൻ്റെ ഗ്രേവിയിൽ നൈസായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. അതിനുണ്ടായി ഹലോ ഗായ്സ്, വെൽക്കം ടു ജേർണീസ് ഓഫ് മല്ലു. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും ടേസ്റ്റ് ഓഫ് മലബാറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല പോത്തുംകാല് കിഴി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള വയനാടൻ സ്പെഷ്യൽ പോത്തുംകാല് കിഴി എത്തിയിരിക്കുകയാണ്. ഡിഫറെൻ്റായിട്ടാണ് ഇവർ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു പോത്തിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു കവറൊക്കെ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് അടിപൊളിയായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ നമുക്ക് പൊറോട്ടയുണ്ട്. കിഴി അങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മണാട്ടോ. ഈ ബീഫ് വാഴയിലൊക്കെ പൊതിഞ്ഞുണ്ടാക്കിയതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഒരു നൈഫും ഒരു സ്റ്റിക്കും തരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്ത് കഴിക്കാനുള്ള ഒരു പാകത്തിന്. ചെറിയ പീസിങ്ങനെ എടുത്ത് കിട്ടല്ലടാ. ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഗ്രേവിയിൽ നൈസായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. അതിനുണ്ടായി സൂപ്പർ അടിപൊളി ചിക്ക്, നല്ല കുരുമുളക് ഇടേണ്ട അടിപൊളി ബീഫ് കറി അല്ല, ബീഫിൻ്റെ ഗ്രേവി നല്ല അടിപൊളി പോത്തുണ്ടാകും. ഇടും ആൾക്കാർ വേണമല്ലോ. പോയിട്ട് കുളിക്കണ്ടേ സൈഡിൽ ആയിട്ടാ വരാൻ. ഇപ്പൊ എടുക്ക് വന്നെടുക്ക് അങ്ങോട്ട് പറ. ഇങ്ങനെ മിക്സാണ് ഗ്രേവിയിൽ ഒന്നിച്ച്.
വേറെ ലെവല് സാധനം. സൂപ്പർ, അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി.